ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് വന്നത് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്ലിച്ച് എഫക്റ്റ് നമുക്ക് ആൻഡ്രോയിഡ് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എത്തുക. അതിന് മുമ്പ് ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയറും കൂടി. സോ ഗൈസ്, ഇവിടെ നമ്മളൊരു ക്ലിപ്പ്, ഒരു ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വീഡിയോയിൽ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടി ഒരു ഇമേജ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇമേജിലോട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെയുള്ള പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ മുകളിലത്തെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ അടിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ എഫക്റ്റ് പോവാം. അതിനുശേഷം ആഡ് എഫക്റ്റ് പോവാം. ഡിസ്റ്റോർഷൻ ആൻഡ് മാപ്പ് പോയതിനു ശേഷം ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഓഫ്സെറ്റ് എന്ന് പറഞ്ഞതിൽ എക്സ് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ +2 ആക്കുക കേട്ടോ. -2 ആക്കുക. ജസ്റ്റ് ഒന്ന് വാല്യൂ മാറ്റുമ്പോൾ -2 ആവും. അതിനുശേഷം എക്സിൻ്റെ താഴെയുള്ള വൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈയിലൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ വൈ ആവും. ആ ഒരു വൈ +4 ആവുക കേട്ടോ. +4 ആക്കുക. -x -2 വൈ +4 ആക്കുക. ബാക്കി ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. നോർമൽ റിസെറ്റ് വാല്യൂ തന്നെ ഇറങ്ങോട്ടെ. അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം സ്കാറ്റർ റിപ്പീറ്റ് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവിടെയുള്ള കൗണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ കാണും. ആ ഒരു വാല്യൂ ജസ്റ്റ് നിങ്ങൾ നല്ലോണം കുറച്ചിട്ട് ജസ്റ്റ് ഒരു 4 ആക്കിയിടുക. 4 ആക്കിയിടുക. ആ ഒരു റേഡിയസ് നിങ്ങൾ നല്ലോണം കൂട്ടിയിട്ട് ഒരു 780 ആക്കിയിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പതുക്കെ പറയാം. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ എന്നുള്ള ഭാഗം റേഡിയസ് കൗണ്ട് 4ഉം റേഡിയസ് 780 ആക്കുക. എവല്യൂഷൻ എന്നുള്ള ഭാഗം ഞാൻ ജസ്റ്റ് അതെടുത്തിട്ട് ഞാനിവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0.1 ആക്കുക. ജസ്റ്റ് ഒരു കുഞ്ഞതായിട്ടൊന്ന് കൂട്ടി കൊടുത്ത് 0.1 ആക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. 0.1 ആക്കുക. എന്നിട്ട് ആ ഒരു സീഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ 0.38 ആക്കുക. ഓക്കെ, എവല്യൂഷനിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് 0.01ഉം സീഡ് 0.38 ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് ആഡ് എഫക്റ്റ് പോവുക. RGB സ്പ്ലിറ്റ്, അതായത് കളർ ആൻഡ് ലൈറ്റ് പോയതിനു ശേഷം ജസ്റ്റ് ഇവിടെ കാണാം RGB സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൂടെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു RGB സ്പ്ലിറ്റ് പോയിട്ട് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ നല്ലോണം കുറച്ചതിന് ശേഷം -0.4 ആക്കുക. ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് -0.4 ആക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൽ ബാക്കി ആംഗിളും കാര്യങ്ങളൊന്നും വ്യത്യാസം വരുത്തണ്ട, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ആഡ് എഫക്റ്റ് പോവുക. നിങ്ങൾ ജസ്റ്റ് ഇവിടെയുള്ള ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയതിനു ശേഷം ബ്ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടല്ലോ, ആ ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ്ട് ആ ബ്ലിങ്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബ്ലിങ്കിൽ പോയതിനു ശേഷം അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടല്ലോ അത് നിങ്ങൾ 6.40 ആക്കുക. ഓക്കെ, ആ ഒരു ബ്ലിങ്കിൻ്റെ ആ ഒരു വാല്യൂ 6.40 ആക്കുക. ഇപ്പം നമ്മുടെ പണി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 ഡോട്ട് കണ്ടല്ലോ, ആ ഒരു 3 ഡോട്ട് ഒന്ന് കോപ്പി എഫക്റ്റ് എന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ പോയിട്ട് കോപ്പി എഫക്റ്റ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ഒന്നുകൂടെ ആഡ് ചെയ്യുക. അത് ജസ്റ്റ് നിങ്ങൾ അറ്റത്തോട്ട് എത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെങ്ത് ഒന്ന് സ്ട്രെച്ച് ടു സ്ക്രീൻ അടിക്കുക. എന്നിട്ട് ആ ഒരു എഫക്റ്റ് പോയതിനു ശേഷം ജസ്റ്റ് ഈ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, ആ ഒരു എഫക്ട്സിൽ പോയിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് എഫക്ട്സ് കാണും. ആ ജസ്റ്റ് ഒന്ന് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെക്റ്റാങ്കിൾ എടുക്കാതെ തന്നെ ഈ ഒരു ഫസ്റ്റ് റെക്റ്റാങ്കിൾ ജസ്റ്റ് ഈ ഒരു അതിൽ ക്ലിക്ക് ചെയ്യാറ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഈ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ അടിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ കണ്ട ഞാൻ ഈ ഒരു ഔട്ട്പുട്ട് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ടൊരു കിഡ്ലോസ്ക്ക് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു ഗ്ലിച്ച് എഫക്റ്റ്. ഇനി നിങ്ങൾക്ക് സ്വന്തം വീഡിയോയിൽ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ, നമുക്കൊരു അടിപൊളി ഔട്ട്പുട്ട് ആ ഒരു എഫക്റ്റാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.